ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിമാണ് വേറെ ഒന്നുമല്ല, സാക്ഷാൽ ഫ്രീ ഫയർ. സോ ഇതിങ്ങനെ ഡൗൺലോഡായി വരുന്നുണ്ട്. നമ്മുടെ ചാനലിന് ഇത്ര കാലത്തും ഭയങ്കര വ്യൂവേഴ്സ് കുറവാണ്. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുതുതായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. ചിലപ്പോൾ ഞാൻ എങ്ങനത്തെ പറഞ്ഞാൽ അൺബോക്സിങ് വീഡിയോസ് ചെയ്യും. ആദ്യം ഒരു വ്ളോഗ് ഇട്ടിട്ടിരുന്നു, ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ അൺബോക്സിങ് വീഡിയോസും പിന്നെ ഗെയിമിങ് വീഡിയോസുമാണ് ഇടാറ്. സോ ഞാനേതായാലും ക്യൂഡപ്പ് LUIB എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് എല്ലാ പേരും ഞാൻ അടിച്ചു നോക്കി, എല്ലാം ആക്ച്വലി അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. സോ ഞാൻ എന്താക്കി, വെറുതെ LUIB എന്ന് അടിച്ചു കൊടുത്തു. പിന്നെ ഫ്രീ ഫയറിൻ്റെ CS റാങ്ക്ഡ് റാൻഡം ഇത് ഇത് വേണ്ട, കേട്ടെണ്ണ മാറ്റണ്ട. നമുക്ക് ഫസ്റ്റ് ഏതായാലും ലോൺ വൂൾഫ് കളിക്കാന്നിരിക്കുന്നു. ഹൈ, ഓക്കെ, സ്റ്റാർട്ട് നൗ. ലോൺ വൂൾഫ് ഭയങ്കര ഫസ്റ്റ്, കാരണം ഒരാളെയല്ലേ കണ്ടു. ബെർമുഡ അത്യാവശ്യം എറർ അത്യാവശ്യം ടൈം എടുക്കും, കാരണം 50 പ്ലേയേഴ്സിന് ഒരേ സമയം കൊണ്ടുവരണ്ടേ ഫ്രീ ഫയർ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ സ്ഥിരം ഗണ്ണായ ഒരു ലോങ് റേഞ്ച് ഗണ്ണും പിന്നെ ഒരു AK-47 എടുത്തത്. എന്തോ ഫാസ്റ്റ്, അവിടെ AK-47 പൊടിച്ച് വിടുന്നുണ്ട്. AK-47 ഗണ്ണേ. ഓക്കെ, ഞാനാണ് പോയി അടിച്ചത് 0-0. എനിമി ലെഫ്റ്റായി പോയിട്ട് ബുയ്യായതാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനൊന്നും കൂടി കളിക്കാം, ബോറായില്ലേ. ഇനിതെന്ത് QWDYB, ദ അൾട്ടിമേറ്റ് പ്ലെയർ. ഓക്കെ, അതെന്താ ഡോറയാ? എടാ ഒന്ന് ടാപ്പ് കൊണ്ടുവരികയോ? ഓക്കെ ഗായ്സ്, ഇതെന്താണ്? നമുക്ക് ലോൺ വൂൾഫ് ഏതായാലും ഒന്നും കൂടി കളിക്കാം. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ അല്ല ഓപ്പോണൻ്റ് എടുക്കണ്ടേ. ഓപ്പോണൻസ് എടുക്കുമ്പോൾ ഷോർട്ട് റേഞ്ച്, എനിക്ക് ലോങ് റേഞ്ച് വെപ്പൺസ് മാത്രമേ പറ്റൂ ഗൈസ്. ഇവന്മാർ ഒരു 1/2 കിലോമീറ്റർ പോലും, അറ്റ്ലീസ്റ്റ് ഒരു 5 മീറ്റർ പോലും തികച്ചെത്താത്ത കണ്ടാ വ്യത്യസ്ത എമ്മയ്ക്ക്. ഇതെനിക്ക് നല്ല ഗണ്ണാണെങ്കിൽ എനിക്ക് ഷോട്ടിലുള്ള പറ്റൂല, പിന്നെ നല്ല പ്ലെയർ കൂടിയാണെങ്കിൽ തീരെ പറ്റൂല. കളി തോറ്റി, ഉറപ്പല്ലേ? അതാ ഞാൻ പറഞ്ഞില്ല, ഇവന് ലോങ് റേഞ്ച് എടുത്ത് ശീലമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ശീലമില്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും. അതിന് വേണേൽ അങ്ങനെ ചെയ്യാൻ വേണ്ടേ. അടക്ക് എൻ്റെ ടൈം ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഹേ ഗൈസ്, സോ നമ്മളിപ്പോൾ അവനെ കൊല്ലാൻ പോവുകയാണ്, വേറെ വഴിയില്ല. ഓക്കെ ചാവട അല്ല, പിന്നെ ചിലപ്പോൾ ആകെ ഒന്നാണ്ടാവും, ബാക്കി 4 കൊണ്ടുണ്ടാവും. അല്ല നല്ലുള്ളൂ. റൗണ്ട് 3. ഓക്കെ, ഞാനല്ലേ എടുക്കണ്ടേ? എൻ്റെ സ്ഥിരം കണ്ണ് ചിലപ്പോൾ എൻ്റെ സ്ഥിരം കണ്ണിയിലില്ല. ഓ മൈ ഗോഡ്, UMB. പിന്നെ ഇതെടുക്കാം, നമുക്ക് മേലെ കയറാം. ചിലപ്പോൾ ആദ്യം തന്നെ അവനെ അടിച്ചിടും, നമുക്ക് വിശ്വസിച്ചുവിടാം. ഏടുന്ന് അടിച്ചിടാന്നൊന്നും പറയാൻ പറ്റൂല. എടേ അതാരാ? ആരാത്? ആരാത്? എൻ്റെ തലക്കെട്ടൊന്നും അതാ ഗ്ലൂവാൾട്ട് കളി തൊലിഞ്ഞ്. അയ്യോ, അതാ അവനവിടെ അതാ. അതെങ്ങനെ? ഗ്ലൂവാളെന്ന് ബാക്കോട്ട് വന്നായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. വാട്ട് ദ ഹെക്ക്, എന്ത് കഷ്ടപ്പാടാണ്. ഓ മൈ ഗോഡ്, അതാ പിന്നെ വന്നിട്ട് അതാ ഗ്ലൂവാള്.
അതാ എൻ്റെ ഈശ്വര ഈ കളി ഏതായാലും അവൻ കൊണ്ടുപോയ കളിയാണ്. ദാറ്റ് ഈസ് 100% ഷുവർ ഓഫ് ദ ഷുവർ, മൾട്ടി ഷുവർ. ഇനി ഞാൻ ലോൺ വൂൾഫ് കളിക്കുന്നില്ല. അടുത്തതായി നമ്മൾ കളിക്കുന്നത് ബെർമുഡയാണ്. ഈ മാച്ചൊന്ന് കഴിയട്ടെ. സബാഷ്, ഞാൻ പറഞ്ഞില്ല. സബാഷ് സബാഷ്. എൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്, അപ്പോൾ ഒന്ന് വോളിയം ഫുള്ളാക്കിയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഈ ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ വലിയ പ്ലെയറാണെന്ന് വിചാരിക്കണ്ട. ഇത് 31 മണിക്കൂറത്തേക്ക് ട്രയലിനെടുത്ത പ്ലെയറാണ്. ഇതിനൊക്കെ ലെവൽ 1 റിവാർഡാണ്. ഞാൻ എത്രയോ ലെവൽ ഞാൻ എത്രയാണോ അതാ ലെവൽ എത്രയാണ്? ഞാൻ ലെവൽ 20 തോന്നുന്നു, അറിഞ്ഞുകൂടാ. ഒരു സോങ് ഉണ്ടാണേ, ടോമിയോ പാൻ ഓഫ് ടോമിയോ പിൻ. അത് ഫ്രീ ഫയർ കളിക്കുന്നൊക്കെ അറിയാം, ഓർക്കറിയാം. കിടില സോങ്. ആരാ പാടിയെന്ന് അറിഞ്ഞൂടാ. വണ്ടി അവാർഡ് കൊടുക്കണം. ഓക്കെ, ബാറ്റിൽ റോയൽ ബറൂൺ മോഡ. അടുത്ത ആരാളി? ഏത് മാപ്പാണ് വരുക? എന്താ ഇത്? ഓക്കെ, നോ പ്രോബ്ലം. എസ്റ്റിമേറ്റഡ് 11. അപ്പോൾ ഹാങ് ഡേറ്റ് ആയിരിക്കും. പറഞ്ഞതിൻ്റെ ഒട്ടും റെഡിയാ ഹാങ്ങ ഇല്ലാത്ത ഹാങ്ങ. ബാറ്റിൽ റോയൽ റാൻ. ഓക്കെ, വന്നാണ് സമയം. നെക്സ്റ്റ് അറിയാൻ തോന്നുന്നു ബാറ്റിൽ റോയൽ. ഓക്കെ, ഞാൻ എല്ലാ സൗണ്ട് കുറച്ചിട്ട് വെടിവെക്കുന്ന കേട്ട തന്നെ അമ്മ വെടിവെച്ച് കൊന്നാൾ. സ്റ്റിൽ ക്യാബിൻ 50. ഓക്കെ, ഇജക്റ്റ്. ഓക്കെ, കുറച്ച് നേരം ഇറങ്ങട്ടെ. ചുമ്മാ കാർ തന്നെയാന്ന് ഇറങ്ങാം. എല്ലാം അടിച്ച് പൂട്ടാം. ഓക്കെ, നമുക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങാം. ഇതെന്താണ്? നമുക്ക് ഈ അവസാനത്തിനുള്ളിൽ കഴിഞ്ഞാലോ? എന്താ ഷോപ്പോ ഫാക്ടറിയോ എന്താ അത്? നമ്മൾ ഏതായാലും ആ സാധനത്തിൻ്റെ ഉള്ളിൽ എത്തിക്കില്ല. എൻ്റെ പേര് നിങ്ങൾ മാറ്റിയിട്ട് മിസ്റ്റർ അക്ഷീസ് തന്നെ അങ്ങ് ആക്കിക്കോ. ദീസ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഇതെന്നാണ്? കൊള്ളാലോ, ഫാക്ടറി തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര ഹൈ ലെവൽ ഫാക്ടറിയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് 2-3 കില്ല് തൂക്കിയിട്ട് തന്നെ അങ്ങ് പോവാം. ഗണ്ണ് കിട്ടി. കിടിലൻ ഗണ്ണ് കിട്ടി. ഇനി എനിമീസ് മാത്രം. എൻ്റെ ലാഗ് ഭയങ്കര ലാഗ്, നെറ്റ് കുറവാന്ന് തോന്നുന്നല്ലോ ഇവിടെ. അത് പറഞ്ഞില്ല, BSNL സിമ്മല്ലേ ഗൈസ്. ആക്ച്വലി ദിസ് ഈസ് മൈ സ്വന്തം ഫോൺ. വെക്കേഷന് ഒരു 7 ദിവസത്തേക്ക് നെറ്റ് കയറ്റി തന്നതാണ്. BSNL സിമ്മാണ്. അതാണ് ലാഗ് കേട്ടോ. ഓ മൈ ഗോഡ്, ഏതൊരു എനിമി അവിടെ ഉണ്ട്. നമുക്ക് അവനെ കൊല്ലണം. സൈഡിൽ നിന്ന് ആരടാ? നിങ്ങൾക്കിപ്പോൾ കളിക്കുന്ന തന്നെ കാണുമല്ലോ. പക്കാ ലേഗാണ് ഗൈസ്, പക്കാ ലേഗാണ്. വാട്ട്സ് ഗോയിങ് ഓൺ നൗ? വേർ ഈസ് ദി അൾട്രാ മോട്ടീവ്? ഇവൻ ഇവിടെ. അതാ കൊല്ലും നിന്നെ. എന്നെ അറിഞ്ഞൂടാ. ഇനി ഗ്ലൂ വാൾട്ട് വന്നാൽ ഞാൻ ഗ്ലൂ വാൾട്ടു. എന്താന്നാ? ചാവടാ. പോയി. അത് പോയി. വേറെ ഏതെല്ലാം എനിമകൾ അടിക്കുന്നുണ്ട്. അപ്പോൾ 3 ഒരുമിച്ച് അടിച്ചാൽ നമ്മളേതായാലും ടേക്ക് ഡൗൺ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് സ്കൂട്ടാവാം. അതാരടാ? ആരാത്? അതോടെ അല്ല, നൂബികളാടോ
ന്യൂബികൾ. ന്യൂബിയാന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ, നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ന്യൂബിയാന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവെന്ന് പറഞ്ഞാൽ, അതായത് ഒരിക്കലും പ്ലെയേഴ്സ് ഗണ്ണ് കൈ പിടിച്ചുകൊണ്ട് ഓടില്ല. കാരണം ഏമോ തീരും, അല്ലെങ്കിൽ അതൊരു സൈനായിട്ട് കണക്കാക്കിയാൽ മതി. പണ്ടൊരു പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു എന്ന് നമുക്കൊന്ന് വിചാരിക്കാം. പക്ഷേ ന്യൂബികളാണെങ്കിൽ ഗണ്ണ് കൈ പിടിച്ചോടും. മറ്റ് അത്യാവശ്യം പ്ലെയേഴ്സ് ആണെങ്കിൽ അവർ ഗണ്ണും കൈ പിടിച്ചോടില്ല. ഞാൻ ഗണ്ണും കൈ പിടിച്ചാണ് ഓടൽ. എൻ്റെ കൂടെ അത്യാവശ്യം ഫ്രീ ഫയർ കളിക്കുന്ന ഒരാൾ പറഞ്ഞു തന്നെയാണ്. പുള്ളി ലെവൽ 65 എൻ്റെ ഒരു കസിനാണ്. ഓക്കെ, അവനെ നമ്മൾ കൊല്ലണം. ചാവട ഡബിൾ ടേക്ക് ഡൗൺ. എയ്സ് അല്ല, അറിയില്ലല്ലോ, അത് CS മാത്രമുള്ളതാണ്. എയ്സ് ഇതിലുണ്ടാവില്ല. സോ നമ്മൾ എല്ലെണ്ണത്തിനെയും കൊല്ലുക. ദാറ്റ്സ് അവർ മോട്ടോ. ഓക്കെ, എവിടെ ഒരു എനിമിയുണ്ട്. ഓനെ ഞാൻ കാണുന്നില്ല, എന്നാലും ഓനെ എവിടെ ചാവടാ. ഈ ബ്ലൂ ആയിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അടുത്ത് പോയിട്ട് ലോങ് റേഞ്ച് കണ്ണുകൊണ്ട് അടിക്കുവാനാവില്ല. അടുത്ത് വെച്ച് ലോങ് റേഞ്ച് കണ്ണുകൊണ്ട് അടിക്കുന്നതിൻ്റെ മുമ്പ് ഓവറായില്ല ഷോർട്ട് റേഞ്ച് കൊണ്ട് നമ്മളെ കൊന്നളയും. ഇതുകൊണ്ട് നിലവിടെ അടി വരുന്നത്. ഒരുത്തന്നെ തീർന്നു അടുത്തും വന്നടിക്കുന്നു. ചോര തീർന്നു അതിൻ്റെ ബാക്കിലുള്ള വന്നടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഓനായിരിക്കും എൻ്റെ റൈവൽ. എന്നെ കൊന്നാളിവൻ ഉണ്ടാ. ഒരുത്തനെ തീർക്കുമ്പോൾ വേറെ ഒരുത്താൻ വന്നടിക്കുന്നു. അതാ ഓനെ ഉണ്ടോ വിട്ടേക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത അതാ സത്യം മോനെ. അതങ്ങോട്ട് ഓടിപ്പോന്ന്. അവിടെ പോണാ, അവിടെ ചാവുക. ഐ തിങ്ക് ദാറ്റ് നമ്മൾ മരിക്കാൻ പോകുന്നത് അവിടെ നിന്നാണ്. അയ്യോ എൻ്റെ കണ്ണ്, അയ്യോ ഇല്ല ഗൈസ്, എന്നെ അച്ഛൻ വിളിച്ചതായിരുന്നു. സോ നമുക്ക് മാച്ച് ബിഗിൻ. ഓക്കെ, ഞാൻ മാച്ച് കഴിഞ്ഞിട്ടാണ് വോയിസ് ഇടുന്നത്, അതുകൊണ്ട് ചില കാര്യങ്ങൾ മറന്നു പോവും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഓക്കെ. ആരോ അടിക്കുന്നുണ്ട്. അതാ ആരാത് എന്താ അത്? ആരടാ ഹെഡ് ഷോട്ട് കാണിച്ചു തരണടാ. എന്താ എനിക്ക് ആരാന്ന് കാണിച്ചു തരണേ. എൻ്റെ പവർ എന്താണെന്നറിയാം എനിക്ക്. നമുക്കൊരു എബിലിറ്റി പോലും ഇല്ല. ഡാമേജിൻ്റെ എബിലിറ്റി ഉണ്ട് ലൈന്. അത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ശിവൻ്റെ ശരിക്കും അത് റെൻറ്റിന് എടുത്തുകൊണ്ട് എബിലിറ്റി കിട്ടൂലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഇവനായിരുന്നു ആള്. അപ്പോൾ നമ്മൾ 2 ഷോട്ടിന് വേണ്ടി തീർത്തുകൊണ്ട്, അപ്പോൾ അവൻ്റെ അതല്ല തോക്കിൻ്റെ നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് പോവാം. അടുത്ത ആള് ചിലപ്പോൾ ഇവനായിരിക്കും എൻ്റെ റൈവൽ. അതായത് ഇവനെ നിന്ന് കൊല്ലാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ വെടിവെക്കുന്നവനിടെ കാണുന്നില്ല. ഇവനാണല്ലേ? അല്ല വേറെ ആരോ. ഓക്കെ ഇതൊന്നും നിൽക്കണം. ആളെ കിട്ടി. ഇതെന്താ ഇങ്ങനെ ഓടിക്കുന്നത്? ഈ കെല്ലി കെല്ലിയെ കൊല്ലണം. മൈ ഗോഡ്, കെല്ലിയെ കൊല്ലു. റൈറ്റ്, ലെജൻഡറി എന്നാണ് ഫ്രീ ഫയർ പറയുന്നത്. സോൺ അടുത്ത് വരുന്നു. സോണുകൾ അടുത്ത് വരുന്നു. നമ്മളിപ്പോൾ കൊന്നിരിക്കുന്നത് 7 ആൾക്കാരെയാണ്.
7 ആൾക്കാർ. ഇനി കൊല്ലാൻ ബാക്കിയുള്ളത് 13 ആൾക്കാർ. പണ്ടൊക്കെ 20 കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര അതാ. ഓക്കെ, ഞാനിപ്പോൾ എലിമിനേഷൻ എനിക്ക് റിപ്ലൈ ചെയ്തിടാം. നടുക്കൊണ്ടിരിക്കുന്നു. എല്ലാം സൂണ് കയറി ബ്ലാക്ക് എന്നാണ്ട് വരും. ആ നദി നമുക്ക് അബളത് പോയിക്കൊള്ളാം. പാരഷൂട്ട്, ഓ മൈ ഗോഡ്. ഏതാ ഈ ഗണ്ണ് വേണ്ടേ? ഏതോ ഒരു നല്ല വീട്ടിൻ്റെ മേലെ പോയി ചെയ്യാം. വീടിൻ്റെ അടുത്ത് പോലും എത്തിയില്ല. ഓട്, ഭയങ്കര സ്പീഡിലോട്ട്. ഓ മൈ ഗോഡ്. ഓ ഇപ്പോൾ ഏതായാലും സബ്സ്ക്രൈബ്. നെറ്റ് തീരാറായി, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. സോറി. പാർട്ട് 2 എന്നും വരുന്നതായിരിക്കും. അല്ലേ വേണ്ട. സബാഷ്. പാർട്ട് 2 വരുന്നില്ല. ഏതായാലും പാർട്ട് 2 വരേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ചാവും. ഏതായാലും ഒരു പാർട്ട് 2 ഉണ്ടാവും. വല്ലാത്ത നെറ്റിന്. അതിനർത്ഥം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2 കമ്മിങ് സൂൺ. അയ്യോ, ChatGPT പാർട്ട് 1 തമ്മിൽ കൊടുക്കാൻ മറന്നുപോയി. അതൊന്നും ആരും പഠിക്കണ്ട. നിന്നേതാ ഇതെന്താണിത്? ഇതെന്താണ്? ദിസ് ഈസ് ഗോയിങ് ടു എൻഡ്. ഗൈസ്, ഇതാണ് നമ്മളെ വാൾപേപ്പർ. ഗോജോൻ്റെ മാസമല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ട. ടാറ്റ.